ആസൂത്രണം ചെയ്യാത്തതോ പ്രതീക്ഷിക്കാത്തതോ ആയ ഒരു സ്ഥലത്തേക്കോ ഒരു അവസ്ഥയിലേക്കോ എത്തിച്ചേരുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എൻഡഡ് അപ്പ്. എൻഡഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസൽ വേർബാണ്. അവസാനമായി എത്തിച്ചേരുക അല്ലെങ്കിൽ ആയിത്തീരുക, വേറെ അർത്ഥം അവസാനിപ്പിക്കുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉള്ളൊരു വേർഡാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് എൻഡ് അപ്പ് എന്നുള്ള ഒരു ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം എന്തെന്നാണെന്ന്, അത് എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യുക, അതുകൊണ്ട് എങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് പോവാം. എ റിച്ച് വുമൺ, അവളൊരു ധനികയായ സ്ത്രീ ആയിത്തീർന്നു. അത് ഇപ്പോൾ ഷീ എൻഡഡ് അപ്പ് എ റിച്ച് വുമൺ. എൻഡഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വെർബാണ്. അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ മീനിങ് ഫ്രേസൽ വെർബ് ആകുമ്പോൾ അതിൻ്റെ മീനിങ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ അത് സാധാരണയായി പറയുമ്പോൾ അവസാനിപ്പിക്കുക എന്നാണ് എൻഡഡ് അപ്പ്. എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, എൻഡഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, അവസാനിച്ചു, അവസാനിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ മീനിങ് വേറൊരു മീനിങ്ങും അതിന് വരുന്നുണ്ട്. എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ആയിത്തീരുക, ഇപ്പോൾ ഒടുവിൽ ആയിത്തീരുക. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ആസൂത്രണം ചെയ്യാത്തതോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതോ ആയ ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരവസ്ഥയിലേക്കോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ആ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വേർബാണ് എൻഡ് അപ്പ് അല്ലെങ്കിൽ എൻഡ്സ് അപ്പ് അല്ലെങ്കിൽ എൻഡിങ് അപ്പ് അല്ലെങ്കിൽ എൻഡഡ് അപ്പ്. ഇപ്പോൾ എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യും, എൻഡഡ് അപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും, എൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ അങ്ങനത്തെ പല ടെൻസിൽ യൂസ് ചെയ്യുമ്പോഴുള്ള വേർഡ്സുകളാണ്. ദ ബുക്ക് എൻഡഡ് അപ്പ് ഇൻ ദ ട്രാഷ്. ബുക്ക് ചവറ്റുകൊട്ടയിലായി തീർന്നു. അവസാനം ഒടുവിൽ ചവറ്റുകൊട്ടയിലേക്ക് എത്തിച്ചേർന്നു. അതായത് പുസ്തകം അവസാനം ചവറ്റുകൊട്ടയിൽ എത്തിച്ചേർന്നു. അതായത് അവസാനം ഒക്കെ പാടെ കൂട്ടി മടക്കി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. മനസ്സിലായോ? നോക്കി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി ഡിഡൻറ്റ് വാണ്ട് ടു എൻഡ് അപ്പ് ലൈക്ക് ഹിസ് ഫാദർ. ഹി ഡിഡൻറ്റ് വാണ്ട് ടു എൻഡ് അപ്പ് ലൈക്ക് ഹിസ് ഫാദർ. അവന് അവൻ്റെ ഫാദറിനെ പോലെ, അച്ഛനെ പോലെ ആവാൻ ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. അച്ഛനെ പോലെ ആയിത്തീരാൻ ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്താ വന്നത്? എൻഡ് അപ്പ്, എൻഡഡ് അപ്പ്. മനസ്സിലായോ? എൻഡ് അപ്പ് മനസ്സിലായി, ആയിത്തീരുക, അച്ഛനെ പോലെ ആയിത്തീരുക. ഇങ്ങനെയുള്ള പല സിറ്റുവേഷനുകളിലും നമ്മൾ കോൺവെർസേഷനുകളിലും നമുക്ക് എൻഡ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു ഫ്രേസൽ വേർബാണ്. അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്യാം. നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ, ഒരു സെൻറ്റൻസ് 2-3 സെൻറ്റൻസ് മേക്ക് ചെയ്തിട്ട് എൻഡ് അപ്പ് എന്നുള്ള സെൻറ്റൻസ് മേക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരുന്നതാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഹി എൻഡഡ് അപ്പ് ലിവിങ് ഇൻ എ നഴ്സിംഗ് ഹോം. ഹി എൻഡഡ് അപ്പ് ലിവിങ് ഇൻ എ നഴ്സിംഗ് ഹോം. അതായത് അവസാനം ഇപ്പോൾ ഒരു വൃദ്ധനായ ഒരു ആള്, അദ്ദേഹത്തിന് മക്കളൊന്നും ഒന്നായിട്ട് നോക്കുന്നൊന്നുമില്ല. അപ്പോൾ അയാൾ ഒരു നഴ്സിംഗ് ഹോമിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ എൻഡഡ് അപ്പ് ലിവിങ് ഇൻ എ നഴ്സിംഗ് ഹോം. മനസ്സിലായോ? അദ്ദേഹം അവസാനം ഒടുവിൽ മക്കളൊന്നും നോക്കാത്ത സ്ഥിതിക്ക് നഴ്സിംഗ് ഹോമിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മനസ്സിലായോ? അടുത്ത് നോക്കാം. ദ മൂവി വി വാണ്ടഡ് ടു സീ വാസ് സോൾഡ് ഔട്ട്, സോ വി എൻഡഡ് അപ്പ് സീയിങ് എ ഡിഫറെൻറ്റ് വൺ. അതായത് ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു മൂവി അത് വിറ്റ് പോയതിനാൽ ഞങ്ങൾക്ക് മറ്റൊരു മൂവി ഞങ്ങൾക്ക് കാണേണ്ടതായിട്ട് വന്നു. അതായത് മറ്റൊരു മൂവി കാണേണ്ടതായിട്ട് വന്നു. അതായത് അവസാനമായി ഒടുവിൽ ഞങ്ങൾ മറ്റൊരു സിനിമ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ എൻഡ് അപ്പ് എന്നുള്ള ഒരു വേർഡിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓരോ സെൻറ്റൻസുകളിലും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, പാസ്റ്റിൽ എങ്ങനെ യൂസ് ചെയ്യും, പ്രസൻറ്റിൽ എങ്ങനെ യൂസ് ചെയ്യും, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോയിലൂടെ. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ വിൽ എൻഡ് അപ്പ് പെന്നിലെസ് ഇഫ് ഷീ കണ്ടിന്യൂസ് ടു സ്പെൻഡ് ലൈക്ക് ദാറ്റ്. അതായത് അവൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ട് അവൾ ചെലവഴിക്കാൻ തുടങ്ങിയാൽ ഷീ വിൽ ബിക്കം പുവർ, ഷീ വിൽ ബിക്കം വെരി പുവർ, ഷീ വിൽ ബിക്കം ഹാവിങ് നോ മണി. അതായത് പെന്നിലെസ് എന്നുള്ളതിൻ്റെ അർത്ഥം ഹാവിങ് നോ മണി അല്ലെങ്കിൽ വെരി പുവർ. അതായത് അവൾ ദരിദ്രയായി തീരും അല്ലെങ്കിൽ ഒരു പൈസയും കയ്യിലില്ലാതായി തീരും. ഇതുപോലെ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഇതുപോലെ അവൾ നന്നായിട്ട് ദൂർത്തടിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ പണം വെറുതെ ചെലവഴിക്കാൻ തുടങ്ങിയാൽ അവസാനം ഷീ വിൽ ബിക്കം പെന്നിലെസ്. മനസ്സിലായോ? ഷീ വിൽ എൻഡ് അപ്പ് പെന്നിലെസ് ഇഫ് ഷീ കണ്ടിന്യൂസ് ടു സ്പെൻഡ് ലൈക്ക് ദാറ്റ്. മനസ്സിലായോ? അതായത് ഷീ വിൽ എൻഡ് അപ്പ് പെന്നിലെസ്, അതായത് എൻഡ് അപ്പ് ആയിത്തീരും. പെന്നിലെസ് എന്ന് പറഞ്ഞാൽ ഹാവിങ് നോ മണി, കയ്യിലൊന്നും പൈസ ഇല്ലാതായി തീരും. വെരി പുവർ ആയിത്തീരും. ഇഫ് ഷീ കണ്ടിന്യൂസ് ടു സ്പെൻഡ് ലൈക്ക് ദാറ്റ്. ഇതുപോലെ അവൾ ധാരാളമായിട്ട് ചെലവഴിച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ?
ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ആഫ്റ്റർ 2 weeks ഓഫ് ട്രാവലിംഗ് അറൗണ്ട് യൂറോപ്പ്. ആഫ്റ്റർ 2 weeks ഓഫ് ട്രാവലിംഗ് അറൗണ്ട് യൂറോപ്പ് വി എൻഡഡ് അപ്പ് ഇൻ പാരീസ്. എൻഡഡ് അപ്പ് ഇൻ പാരീസ്. അതായത് യൂറോപ്പിൽ ചുറ്റിക്കറങ്ങി, യൂറോപ്പിൽ 2 ആഴ്ച ചുറ്റിക്കറങ്ങിയതിന് ശേഷം, ചുറ്റിക്കറങ്ങി യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങൾ അവസാനം പാരീസിൽ എത്തിച്ചേർന്നു. അവിടെ എൻഡ് അപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? എത്തിച്ചേർന്നു. മനസ്സിലായോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സീ യു, ബൈ.